എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് യേശുവിന്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് ഒരു നിമിഷം നമുക്ക് പാടി പ്രാർത്ഥിക്കാം. എല്ലാവരും ഇരുകരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ വിശുദ്ധീകരണം സംഭവിക്കട്ടെ. പാപമോചനം, വീണ്ടെടുപ്പ്, വിശുദ്ധീകരണം, നിത്യരക്ഷ, സ്വർഗ്ഗപ്രാപ്തി. ഹല്ലേലൂയ. യേശുവേ മഹത്വം, ആരാധന. സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ. യേശുവേ മഹത്വം. ഹല്ലേലൂയ. കരങ്ങളടിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കട്ടെ. കരങ്ങളടിച്ചുകൊണ്ട് ശക്തിയോടെ കരങ്ങളടിച്ചുകൊണ്ട് ശക്തിയോടെ യേശുവിൻ രക്തത്താൽ അഭിഷേകം, പരിശുദ്ധ രക്തത്താൽ അഭിഷേകം. യേശുവിൻ രക്തത്താൽ അഭിഷേകം, പരിശുദ്ധ രക്തത്താൽ അഭിഷേകം. സൗഖ്യത്തിൻ രക്തത്താൽ അഭിഷേകം, ജീവന്റെ രക്തത്താൽ അഭിഷേകം. സൗഖ്യത്തിൻ രക്തത്താൽ അഭിഷേകം, ജീവന്റെ രക്തത്താൽ അഭിഷേകം. കഴുകണമേ എന്നെ കഴുകണമേ, തിരുരക്തത്താൽ എന്നെ കഴുകണമേ. കഴുകണമേ എന്നെ കഴുകണമേ, തിരുരക്തത്താൽ എന്നെ കഴുകണമേ. സോയനെ കഴുകണമേ, കുടുംബത്തെ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇത് ശരീരത്തെ, മനസ്സിനെ, ആത്മാവിനെ കഴുകി വിശുദ്ധീകരിക്കണമേ. എല്ലാ ബന്ധനങ്ങളും മോചിപ്പിക്കണമേ. ശക്തിയോടെ എൻ ഹൃദയമങ്ങു കഴുകണമേ, എൻ മുറിവുകളങ്ങു ഉണക്കണമേ. ആത്മമങ്ങു കഴുകണമേ, എൻ പാപമെല്ലാം മായ്ക്കണമേ. എന്നാത്മമങ്ങു കഴുകണമേ, എൻ പാപമെല്ലാം മായ്ക്കണമേ. കഴുകണമേ എന്നെ കഴുകണമേ, തിരുരക്തത്താൽ എന്നെ കഴുകണമേ. കഴുകണമേ എന്നെ കഴുകണമേ, തിരുരക്തത്താൽ എന്നെ കഴുകണമേ. കഴുകണമേ എന്നെ കഴുകണമേ, തിരുരക്തത്താൽ എന്നെ കഴുകണമേ. ഹല്ലേലൂയ. 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 ശതമായിരിക്കാം. വിശുദ്ധ ബലിക്കായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ജോസ് പുതിയ അടുത്തച്ഛനെയും എന്നെയും ഈ ആലയത്തെയും ഇവിടുത്തെ എല്ലാ സിസ്റ്റേഴ്സിനെയും സമർപ്പിച്ചുകൊണ്ടും ഇതിനോട് ചേർന്ന് എല്ലാ ശുശ്രൂഷകളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങളെയും പരിശുദ്ധമായ അൾത്താരയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ടും ഒപ്പം തന്നെ ഇന്നത്തെ ശുശ്രൂഷ ഏറ്റെടുത്ത് നടത്തുന്നവർ പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കുവാൻ നമ്മളോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നവരെയും ചേർത്ത് വയ്ക്കാം. സ്റ്റെല്ല, സോണി, ജോൺ, ജോയൽ, ജോഹാൻ, അനൂപ്, അഭിലാഷ്, അശ്വിൻ, അരുൺ, ജോസ്, രാജി ആന്റണി, പ്രീതിരാജ്, പ്രിൻസ്, ജിജി പൗലോസ്, ലിൻസി, ലാർഷിൻ, അപർണ, ഏഞ്ചൽ, അനു തോമസ്, ഫ്രാൻസിസ്, കാർമിലി, ജോഷി, ആനി, റോക്കി, ഫാബി, അഡ്രീന, തെരേസ, ആഷ്നി, ജെഫ്രി, ടീന, ഡിക്സ്, അന്ന ഇവരുടെ നിയോഗങ്ങളെയും ടാനിയ, ക്രിസ്റ്റൻ, അനില, ഡാൻഡോ, ആഡോൺ, ജോവന്ന, നെബിൻ, ബിന്ദു, ഗീത, ജൈജു, റോസ്ലി, ജോസഫ്, ലിസി വർഗി, സ്നേഹ, മേഘ, അൻവിൻ, ആശംസ്, സ്നേഹ, സിന്ധു, സെബിൻ, ഡേവിസ്, സാന്ദ്ര, ജേക്കബ്, തോമസ്, കാദ്രിൻ, റാണി മരിയ, റോസ്, എൽസ, ഫിലോമിന, ബിന്ദു, ഡമീസൺ, സേവിയർ, ലിജി, ഷിജു, ഫ്ലവർലെറ്റ്, ഡെൻസിൽ, കാൽവിൻ, കിരൺ, ഡാനി, വരുൺ, ഹൈസൽ, സോബി, ഡൈൻഡ്, അമൽ, സോളി അവരെയും ആൻഡ്രിയ, ആദർശ്, മാർട്ടിൻ,
ജാസ്മിൻ, ലിസി, നൈസി, ലിൻസി, ഡിയോ, ദിയ ഇവരുടെ നിയോഗങ്ങളെയും, പാപ്പച്ചൻ, പെണ്ണമ്മ, ജോഷി, ബീന, ആന്റൺ, ജെറോൺ, ക്രിസ്റ്റൽ, ഇസബൽ ഇവരുടെ എല്ലാ നിയോഗങ്ങളെയും നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെയും പരിശുദ്ധമായി അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് വിമോചനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ സ്തുതിക്കായി ഈ ആദ്യ ശനിയാഴ്ച ദിവസം പരിശുദ്ധമായ ബലി അർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന അവസരമാണിത്. ഈ അവസരത്തിൽ കർത്താവിന് നമുക്ക് നൽകാനുള്ള വലിയ സന്ദേശമാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ കർത്താവ് നമുക്ക് നൽകുന്നത്. ആ അനുഭവത്തിൽ ഇന്നത്തെ സുവിശേഷം വളരെ സിമ്പിളാണെന്ന് നമുക്കറിയാം. ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബ് ചാനലിൽ റീല് കാണുകയുണ്ടായി. അത് ഒരു പെന്തക്കോസ്ത അല്ലെങ്കിൽ പ്രോട്ടസ്റ്റൻ്റ് വിഭാഗത്തിൽപ്പെട്ട ഏതോ ഒരു ക്രിസ്തീയ സമൂഹത്തിൻ്റെ സന്ധ്യാപ്രാർത്ഥനയുടെ ഒരു റീലാണ്. അപ്പം അവർ കർത്താവിൻ്റെ രൂപത്തിന് അവർ രൂപങ്ങൾ വെക്കാറില്ല, പക്ഷേ ഇവർ ഈശോയുടെ ഒരു രൂപം വെച്ചിട്ടുണ്ട്, പടം വെച്ചിട്ടുണ്ട്. അപ്പം അതിന് മുമ്പിലിരുന്ന് അപ്പനും മക്കളും ഒന്നിച്ച് ഭർത്താവും ഭാര്യയും മക്കളും എല്ലാം ഒന്നിച്ചിരുന്ന് നിലത്തിരുന്ന് ദൈവത്തെ സ്തുതിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞുങ്ങളുമൊക്കെ കൈകൾ കൊട്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ സ്തുതിച്ചുള്ള പാട്ടുകൾ പാടി സ്തുതിക്കുന്ന ഒരു ഭാഗമാണ്. അതിനുശേഷം ആ ഒരു കൊച്ചിനെ കൊണ്ടാണ് സുവിശേഷം വായിക്കുന്നത്. അപ്പം ആ സുവിശേഷം വായിച്ചതിന് ശേഷം ആ അപ്പൻ അവരോട് പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ഈശോ എന്താണ് നമ്മളോട് ഇതുവഴി ആവശ്യപ്പെടുന്നത്. അങ്ങനെ ആ വചനത്തിൻ്റെ വിത്ത് ഞാൻ ഇന്നെടുത്ത സുവിശേഷ ഭാഗം തന്നെയാണത്. കാരണം അപ്പം ആ അപ്പൻ ആ മക്കളോട് സ്നേഹത്തോടെ ആ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ പറഞ്ഞു കൊടുക്കുന്നതാണ്, ആ വചനം വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. എനിക്ക് വളരെ ആകർഷകമായിട്ട് തോന്നി. നമ്മുടെ പ്രാർത്ഥനകൾ, നമുക്ക് സന്ധ്യാപ്രാർത്ഥന എപ്പോഴും യാചനാ പ്രാർത്ഥനകളാണ്. മാതാവിനോട് ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുന്നു, തിരുഹൃദയ ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പല വീടുകളിലും അവസാനം നമ്മൾ ദൈവവചനം വായിക്കാറുണ്ട്, പക്ഷെ അത് വ്യാഖ്യാനിക്കാറില്ല. വചനം വായിക്കുന്ന അത്രയെങ്കിലും ആയിട്ടുണ്ട് നമുക്ക്. പക്ഷെ അപ്പോഴില്ല, എനിക്ക് അത് കണ്ടപ്പോൾ തോന്നിയത് എത്രയോ സിമ്പിളായിട്ടാണ് വീട്ടിൽ ആ മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നത്. ഈശോയുടെ വചനം വായിച്ച്, സുവിശേഷമാണ് അവർ വായിക്കുന്നത്, വായിച്ച് അതിന് വ്യാഖ്യാനം കൊടുത്ത് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ആ കുടുംബം സന്ധ്യാവേളയിൽ ദൈവത്തോടൊപ്പം ആയിരിക്കുന്ന വലിയൊരു അനുഭവമാണ് ആ റീലിലൂടെ കാണിച്ചിരിക്കുന്നത്. അപ്പം അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, നമ്മുടെ സന്ധ്യാപ്രാർത്ഥനകളുടെ മോഡൂസ് അല്ലെങ്കിൽ മോഡല് എന്തായിരിക്കണമെന്ന്. കാരണം വചനത്തിനൊരു പ്രാധാന്യമുണ്ട്. കാരണം നമ്മുടെ ജീവിതം വളരെ സിമ്പിളായിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. അവിടെ പറയുന്നൊരു കാര്യം, ആ സിംപ്ലിസിറ്റിയുടെ കാര്യമെന്ന് പറയുന്നത് ഇതാണ്: യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അല്ലെ യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് അംഗീകരിച്ച് അവിടുത്തെ വചനമനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഇപ്പൊ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി അംഗീകരിച്ചുകൊണ്ട് മാമോദീസ സ്വീകരിച്ചവരാണ് നമ്മൾ. അങ്ങനെ ദൈവമക്കളായി തീർന്ന നമ്മൾ, ക്രിസ്തുവിൻ്റെ ശിഷ്യരായി തീർന്ന നമ്മൾ ആ യേശുവിൻ്റെ വചനം കേട്ട് അതനുസരിച്ച് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അപ്പം അങ്ങനെ ആഗ്രഹത്തോടുകൂടി മാമോദീസ സ്വീകരിച്ച എല്ലാവരും യേശുവിനെ ആരായിട്ട് സ്വീകരിച്ചവരാണ്? രക്ഷകനും നാഥനുമായി അംഗീകരിക്കുന്നവരും ഏറ്റുപറയുന്നവരുമാണ്. ഈശോയാണ് നമ്മുടെ ഗുരുനാഥൻ. കർത്താവ് പറയുന്നത് അനുസരിച്ചാണ് നമ്മൾ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ജീവിക്കണമെങ്കിൽ അവിടുത്തെ വചനങ്ങൾ നമ്മൾ അറിയണം. അതിനാണ് വചനം വായിക്കണം അല്ലെങ്കിൽ പഠിപ്പിക്കണമെന്ന് പറയുന്നത്. പഴയ നിയമത്തില് പ്രത്യേകിച്ച് നിയമാവർത്തന പുസ്തകത്തിലൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, കർത്താവിൻ്റെ വചനം അനുസരിച്ച് ഞാൻ ഇന്ന് നിങ്ങൾക്ക് നൽകുന്ന ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് അനുഗ്രഹം. അവിടുത്തെ കൽപ്പനകൾ ലംഘിച്ച് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് നാശം. രണ്ടിലൊന്നാണ് കിടക്കുന്നത്.
ഇപ്പം നമ്മൾ ദൈവമായ കർത്താവിൻ്റെ അല്ലെ മോശയിലൂടെ നൽകപ്പെട്ട 10 കൽപ്പനകൾ പാലിച്ച് ജീവിച്ചാൽ നമുക്ക് എന്താണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്? അനുഗ്രഹമാണ്. നമ്മൾ വി വിൽ ബി ബ്ലെസ്ഡ്. ആ ഒരു ബ്ലെസ്സിങ് എല്ലാ കാര്യത്തിലും വരും, അനുഗ്രഹമായിട്ട് എല്ലാ തലങ്ങളിലും അത് നിറഞ്ഞു നിൽക്കും. അതാണ് ദൈവത്തിൻ്റെ വചനം പാലിച്ച് ജീവിക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹം. കാരണം കർത്താവിൻ്റെ വാഗ്ദാനമാണത്. പുതിയ നിയമത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു പടി കൂടെ കാരണം നിത്യജീവൻ അവകാശമാക്കാൻ നമുക്ക് പ്രമാണങ്ങൾ അനുസരിച്ചാൽ മതി. എന്നാൽ വിശുദ്ധിയിൽ വളരാൻ, പൂർണ്ണത പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ പ്രമാണങ്ങൾ അനുസരിച്ചാൽ മാത്രം പോരാ, ഒരു പടി കൂടെ കടന്ന് ഏത് പ്രമാണം പാലിക്കണം? യേശുവിൻ്റെ പ്രമാണം നമ്മൾ പാലിക്കണം. ആ ഈശോ നൽകിയ പ്രമാണമാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ കൽപ്പന തരുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 34-ാം വാക്യം. അപ്പം അവിടെ നമ്മൾ കാണേണ്ടത്, ഈശോ നമുക്ക് തന്ന ആ സ്നേഹത്തിൻ്റെ കൽപ്പന പാലിക്കുന്നത് വഴി നമ്മൾ പൂർണ്ണതയിലേക്ക് വളർന്നുകൊണ്ടിരിക്കും. അതാണ് ഈശോ ആ യുവാവായ ധനവാനായ യുവാവിനോട് പറഞ്ഞത്. അവൻ വന്ന് ഈശോയോട് ചോദിക്കുന്നത്, കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, കർത്താവേ, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? വളരെ സിമ്പിളായിട്ടാണ് ഈശോയോട് ചോദിക്കുന്നത്. ഉടനെ ഈശോ വേറെ യാതൊരു സംശയമില്ലാതെ കൃത്യമായിട്ട് പറയുകയാണ്, നിത്യജീവൻ അവകാശമാക്കാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യാൻ പറഞ്ഞു? പ്രമാണങ്ങൾ അനുസരിക്കുക. കണ്ടോ, ഇതാണ്. അപ്പൊ നിത്യജീവൻ അവകാശമാക്കാൻ പ്രമാണങ്ങൾ അനുസരിച്ചാൽ മതി. എന്നാൽ പൂർണ്ണത പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് അടുത്ത വഴി പറയുകയാണ്. അപ്പൊ അവന് ഉടനെ ഈശോയോട് ചോദിക്കും, കർത്താവ്, ഇതെല്ലാം ഞാൻ അനുസരിച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പൊ ഉടനെ അവനോട് ഈശോ പറയുന്നത്, നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ എന്ത് ചെയ്യണം? പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത് പിന്നെ വന്നിട്ട് എന്ത് ചെയ്യണം? എന്നെ അനുഗമിക്കുക. കണ്ട, യേശുവിനെ അനുഗമിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? പൂർണ്ണത പ്രാപിക്കാനാണ്. വിശുദ്ധിയിൽ പൂർണ്ണത, കൃപയിൽ പൂർണ്ണത പ്രാപിക്കാനാണ്. ആ ഒരു ബോധ്യം നമുക്ക് വേണം, ആ ഒരു ഫുൾനെസ് നേടാൻ. അപ്പോൾ രക്ഷപ്പെടാൻ പ്രമാണങ്ങൾ പാലിച്ചാൽ മതി, നിത്യജീവൻ നമ്മൾ നിലനിൽക്കും. പക്ഷെ അതിൽ പൂർണ്ണത പ്രാപിക്കണമെങ്കിൽ നമ്മൾ യേശുവിനെ അനുഗമിക്കണം, യേശുവിനെ അനുകരിക്കണം. അതുകൊണ്ടാണ് യേശുവിൻ്റെ വചനങ്ങളുടെ പ്രാധാന്യം. അപ്പൊ കർത്താവിൻ്റെ വചനമനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ നിത്യജീവൻ അവകാശികളാണെന്ന് മാത്രമല്ല, നമ്മൾ പൂർണ്ണതയുടെ പാതയിൽ ചരിക്കുകയാണ്. അപ്പൊ നമുക്ക് നിത്യജീവൻ അവകാശമാക്കാൻ നമ്മൾ ഞായറാഴ്ചകളും കടമുള്ള ദിവസങ്ങളിലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന കൽപ്പനയാണ്. നമുക്കറിയാം, ദൈവ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുക. പക്ഷേ പൂർണ്ണത പ്രാപിക്കുന്നവർക്കുള്ളതാണ് നമ്മൾ അനുദിന ദൈവബലി, അനുദിന പ്രാർത്ഥന എല്ലാം വരുന്നത് ആ പൂർണ്ണതയുടെ ജീവിതത്തിലാണ്. ഇത് നമ്മൾ ഓർക്കണം, നമ്മുടെ ജീവിതം. അപ്പൊ ഈശോ പറയുന്നതനുസരിച്ച് അവിടുത്തെ വചനങ്ങൾ കേട്ട് അതനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ സ്വർഗരാജ്യത്തിലെ മഹത്വത്തിന് അർഹരായിട്ട് തീരും. ഇന്നത്തെ സുവിശേഷത്തെ ഈശോ പറയുന്നത്, ആ ദൈവത്തിന്റെ വചനം, വിതയ്ക്കപ്പെട്ട വിത്ത് ദൈവത്തിന്റെ വചനമാണ്. പക്ഷെ ആ വചനം സ്വീകരിക്കുന്ന വ്യക്തികളിൽ ചിലര് പാറപ്പുറത്ത് വീണ വിത്ത് പോലെയാണ്. കാരണം കേൾക്കും, അതുപോലെ കടന്നു പോകും, അവന്റെ ജീവിതത്തെ പോലും സ്പർശിക്കില്ല അത്. രണ്ടാമത് പറഞ്ഞ പാറപ്പുറത്ത് വീണ വിത്ത്, അല്പം മണ്ണുണ്ട്, പക്ഷേ പെട്ടെന്ന് കിളിർത്ത് പൊങ്ങി, പക്ഷെ അധികം നാള് നിലനിൽക്കരുത്. നമ്മൾ ചില ധ്യാനങ്ങളെ കാണാറുണ്ട്. ധ്യാനത്തിന് 10, 100, 20, 120 അല്ലെങ്കിൽ 200 പേര് വരുമ്പോൾ അതിൽ ആവേശത്തോടു കൂടി, കുറെ പേര് ഇൻഡിഫറൻ്റ് ആയിരിക്കും, പക്ഷെ വളരെ ചുരുക്കമാണ് അങ്ങനെ ഇൻഡിഫറൻ്റ് ആയിട്ട് പോകുന്നത്. ഒരു പക്ഷെ ഒരു 5% കാണും, അല്ലെ 10% കാണും. എന്നാൽ ഒരു 10-30% ആളുകൾ ആവേശത്തോടെ, കാരണം കഴിഞ്ഞ കാല ജീവിതത്തിലൊക്കെ പോരായ്മകൾ വന്ന്, കുറവുകൾ വന്ന്, തെറ്റായ മാർഗത്തിൽ ചരിച്ചു പോയ ആളുകളാണ്. അവർ ഈ ദൈവവചനം കേൾക്കുമ്പോൾ ആവേശിതരായിട്ട് തീരും. അങ്ങനെ ആവേശം കൊണ്ട് നല്ല തീരുമാനങ്ങൾ എടുത്ത് ഇറങ്ങുന്ന ആൾക്കാരുണ്ട്. കുറേ നാളത്തേക്ക് അവരങ്ങ് നിൽക്കും, അധികം നാൾ നിൽക്കുകയല്ല. 2 ആഴ്ച കഴിയുമ്പോൾ, 3 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും പഴയ സ്വഭാവത്തിലേക്ക് അവർ മടങ്ങും. അതാണ് ഈശോ പറഞ്ഞത്, പാറപ്പുറത്ത് വീണ വിത്ത്
പെട്ടെന്ന് മുളച്ചു പൊങ്ങും. പക്ഷേ അതിന് വേര് മുളയ്ക്കാൻ സൗകര്യമില്ലാത്തത് കൊണ്ട്, സാധിക്കാത്തത് കൊണ്ട് വെയിലേറ്റ് കഴിയുമ്പോൾ അത് എന്ത് സംഭവിക്കും? വാടിപ്പോകുന്നു, അല്ലെങ്കിൽ കരിഞ്ഞു പോകുന്നു. എന്നാൽ മൂന്നാമത്തെ വിഭാഗം ഈശോ പറഞ്ഞത് അത് മുൾച്ചെടികൾക്കിടയിൽ നല്ല മണ്ണാണ്, പക്ഷേ അവിടെ മുൾച്ചെടികളുണ്ട്. ആ മുൾച്ചെടികളോടൊപ്പം ഇത് വളർന്നു വരികയാണ്. പക്ഷേ മുൾച്ചെടികൾ ആർത്ത് വളരുന്നത് കൊണ്ട്, അതിൻ്റെ ആധിക്യം വളരെ വലുതായത് കൊണ്ട് ഞെക്കിക്കളയുന്നു. അവയെ ഈ വിത്തിനെ വളരാൻ അനുവദിക്കുകയില്ല, അത് ഞെരുക്കിക്കളയും. ഇത് അനുഭവമാണ്. ലോകത്തിന്റെ ശക്തികൾ നമ്മുടെ ആത്മീയ ജീവിതത്തെ ഞെരുക്കിക്കളയുന്ന അനുഭവമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് എന്താ, അവര് ആ ഒരു ഞെരുക്കത്തിൽപ്പെട്ട് ഫലം ചൂടാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. അതാണ് നമ്മൾ പലർക്കും വരുന്നത്. എന്താ, തീഷ്ണതയില്ലാഞ്ഞിട്ടോ ആത്മീയതയില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല, പക്ഷെ ലോകത്തിന്റെ ശക്തികൾ, സുഖലോലുപത, ധനമോഹം, ഇങ്ങനെയുള്ള ആഡംബരത്വം, ഇതെല്ലാം നമ്മൾ അതൊരു സ്വാധീനമാണ്. നമ്മൾ ചിലപ്പോൾ ഒന്ന് നോക്കിയേ, നമ്മുടെ കുടുംബജീവിതത്തെ, നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ നോക്കിയേ. നമുക്ക് ദൈവത്തിന് വിശ്വാസമുണ്ട്, ദൈവികത. പക്ഷേ ഇന്ന് നമ്മുടെ ഒരു കല്യാണം, ഞാൻ പലപ്പോഴും അതിശയിച്ചിട്ടുള്ളൊരു കാര്യമാണ്. നല്ല പിള്ളേരൊക്കെയാണ്, പക്ഷേ ഒരു കല്യാണത്തിന്റെ ആഘോഷം മാതാപിതാ ഞങ്ങൾ സിമ്പിളായിട്ടാണ് അച്ഛൻ നടത്തുന്നത്. അപ്പോൾ ഉടനെ സിമ്പിളായിട്ട് നടത്താൻ ആഗ്രഹിച്ച് പ്ലാൻ ചെയ്ത് വരുമ്പോൾ ഉടനെ ഫോട്ടോഗ്രാഫർമാർ വരിക. അപ്പൊ അവര് പറയുന്നത് എന്താ, അവർ പറയും അത് ഇതുപോലെ എടുക്കണമെങ്കിൽ 15,000 അല്ലെങ്കിൽ 25,000 മതി. പക്ഷെ ഇത് കണ്ടോ ഇതുപോലെ ചെയ്യാൻ നമുക്ക്. കാരണം കല്യാണം ഒരിക്കലല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഇച്ചിരൂടെയൊക്കെ ബെറ്റർ ആക്കണ്ടേ. അപ്പൊ എന്താ, അതിനൊരു 50,000 ആവും, അല്ലെ 1,00,000 ആവും. അങ്ങനെ പറഞ്ഞ് 1,00,000-ന്റെ ബഡ്ജറ്റ് ചെയ്ത് മുന്നോട്ട് പോയി കുറച്ച് കഴിയുമ്പോൾ അവർ വീണ്ടും വരികയാണ്. ഇതിന് കല്യാണത്തിന് മുമ്പ് ഒരു ഇൻവിറ്റേഷനൊക്കെ അയക്കുമ്പോൾ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അയക്കണ്ടേ. അങ്ങനെ വന്ന് സ്വാധീനിച്ച് അവസാനം 1,50,000 അങ്ങനെ കടം കയറിയ ആൾക്കാരെ എനിക്കറിയാം. കാരണം സ്ത്രീധനം കിട്ടിയ കാശ് കൂടെ ചെലവഴിച്ചിട്ടും ഫോട്ടോ മേടിക്കാൻ കാശില്ല. കാരണം എന്താ, അവന് കാശ് കൊടുക്കാതെ അവൻ ഫോട്ടോ തരികയല്ല. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ, അത്രമാത്രം കഷ്ടപ്പെടും. കാരണം വെറും 25,000 രൂപ ചെയ്യാൻ ആഗ്രഹിച്ചവര് 1,50,000-ലേക്ക് പോയി. ഗൗൺ മേടിക്കുന്നു. എന്താ, ജീവിതത്തിൽ ആ കല്യാണത്തിന്റെ സമയത്ത് മാത്രം ഉപയോഗിക്കുന്ന സാധനം. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയേ, സ്വാധീനങ്ങളിൽപ്പെട്ട് എത്രയോ വലിയത് 15,000-ന്റെയും 25,000-ന്റെയും 1,00,000-ന്റെയും 1,50,000-ന്റെയും ഒക്കെ ഗൗൺ മേടിക്കുന്ന ആൾക്കാരാണ്. ഞാൻ ചിലപ്പോൾ ഓർക്കാറുണ്ട്, ഭയങ്കരമായൊരു സ്വാധീനം അതിൽപ്പെട്ട് അതിനകത്ത് പോവുകയാണ്. ഹോൾ എടുക്കുന്ന കാര്യം വരുമ്പോൾ സാധാരണ ഹോളിൽ നടത്താൻ അപ്പനും അമ്മയും ആഗ്രഹിക്കുന്ന സാമ്പത്തിക ആവറേജ് ഒക്കെ ആയിരിക്കും. ചില ആളുകൾ സാമ്പത്തികം ഉള്ളവരാണെങ്കിൽ പോലും ധൂർത്ത് ദൈവത്തിന് നിരക്കുന്ന കാര്യമല്ല, നമ്മുടെ ആത്മീയ ജീവിതത്തെ തളർത്തി കളയുന്ന കാര്യമാണ്. അപ്പൊ അവിടെ എല്ലാം കണ്ടിട്ട് സ്വാധീനത്തിൽപ്പെട്ടാണ് അവരെല്ലാം ഇങ്ങനെ ഒന്നിനൊന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അവസാനം ടെൻഷൻ പിടിച്ച് മാതാപിതാക്കളൊക്കെ വിഷമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇടവയിൽ ഇരിക്കുമ്പോൾ അല്ലെ മറ്റു പലരുടെയും കഥകൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ. അപ്പോഴേ ഞാൻ ഓർത്തിട്ടുണ്ട്, എന്താ കാരണം, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകും. കാരണം എന്താ, സമൂഹം അങ്ങനെയാ. അവര് പറഞ്ഞു അതല്ലെങ്കിൽ നമ്മൾ പുറന്തള്ളപ്പെടും എന്നുള്ളൊരു ഫീലിംഗ് വന്നു കഴിയുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ നമ്മുടെ പ്രിൻസിപ്പിൾസിൽ നിന്ന്, കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകും, ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാതെ പോകും. പക്ഷെ ഈശോ പറയുകയാണ്, ആ 100 മേന് ഫലം പുറപ്പെടുവിക്കുന്നവ നിർമ്മല ഹൃദയത്തോടെ ദൈവത്തിന്റെ വചനം കേൾക്കുകയും തീഷ്ണതയോടെ ആ വചനം അനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നവർ, അവരാണ് 100 മേന് ഫലം പുറപ്പെടുവിക്കുന്ന ആ ദൈവവചനം അനുസരിച്ച് ജീവിച്ച് അവരുടെ ജീവിതങ്ങളെ ധന്യമാക്കുന്ന വ്യക്തികളെന്ന് കർത്താവ് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈശോയുടെ അടുത്തിരിക്കുമ്പോൾ കർത്താവ് തന്ന ഈ വചനം നമുക്കൊരു ചിന്തയ്ക്ക് വിഷയമാക്കാം. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രാധാന്യം, പ്രത്യേകിച്ച് ഈശോയുടെ സുവിശേഷം, ആ സുവിശേഷം അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ, ഈശോ പറഞ്ഞ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ ധന്യമായിട്ട് തീരും, ഉയർന്നതായിട്ട് തീരും. യേശുവിനെ പോലെ ഉയർന്ന പേഴ്സണാലിറ്റിയുള്ള വ്യക്തിത്വങ്ങളായിട്ട് നമ്മൾ മാറും. അതാണ് അതിൻ്റെ നന്മ. കർത്താവിൻ്റെ വചനം അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ കർത്താവിന് ഇഷ്ടപ്പെട്ടവരാകുമെന്ന് മാത്രമല്ല, യേശുവിൻ്റെ വ്യക്തിത്വത്തിലേക്ക് നമ്മൾ വളരും. ആ വ്യക്തിത്വമുള്ള മക്കളായി നമ്മൾ ഉയരും. ആ ഒരു ഉയർന്ന ജീവിതം സ്വന്തമാക്കാൻ വേണ്ട അനുഗ്രഹം ഈ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെയൊക്കെ മഹത്വം അതാണ്. ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിച്ച്
അവൾ കൃപയിൽ നിറഞ്ഞവളാണ്. അതുപോലെ ഈശോയുടെ വചനങ്ങളനുസരിച്ച് ജീവിച്ചുകൊണ്ട് കൃപയിൽ നിറഞ്ഞ ഒരു ജീവിതം നയിക്കാൻ വേണ്ട അനുഗ്രഹം ഈ ബലിയിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ഒരു മാസത്തെ നമ്മുടെ ജീവിതത്തെ, നമ്മൾ ലോകത്തിൽ ജീവിക്കുന്നവരാണ്, നമ്മുടെ ശരീരത്തിലോ മനസ്സിലോ ആത്മാവിലോ കടന്നു കയറിയിട്ടുള്ള എല്ലാ നെഗറ്റീവ് എനർജികളിൽ നിന്നും, എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും നമ്മൾ മോചിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് വേണം ആത്മനിറവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ. ആ ഒരു ബോധ്യത്തോടു കൂടി നമ്മുടെ വിമോചന പ്രാർത്ഥന നടത്തുകയാണ്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. വാവാ യേശുനാഥ, വാവാ സ്നേഹനാഥ, എൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ. വാവാ യേശുനാഥ, വാവാ യേശുനാഥ, വാവാ സ്നേഹനാഥ, എൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ. വാവാ യേശുനാഥ, വാവാ യേശുനാഥ, വാവാ സ്നേഹനാഥ, എൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ. വാവാ യേശുനാഥ, നീയൻ പ്രാണനാഥൻ, നീയൻ സ്നേഹരാജൻ, നിന്നിലെല്ലാമെൻ ജീവനും സ്നേഹവുമേ. വാവാ യേശുനാഥ, വാവാ യേശുനാഥ, വാവാ സ്നേഹനാഥ, എൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ. വാവാ യേശുനാഥ. പൂക്കൾക്കില്ല പ്രഭ, തേൻ മധുരമല്ല, നീ വരുമ്പോഴൻ ആനന്ദം വർണ്ണ്യമല്ല. വാവാ യേശുനാഥ, ഒരുമിച്ച് പാടാം. വാവാ യേശുനാഥ, വാവാ സ്നേഹനാഥ, എൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ. വാവാ യേശുനാഥ. ഭാരങ്ങൾ ദുഃഖങ്ങൾ നീ മാറ്റി നൽകണമേ.
രക്ഷകനേ എന്നിൽ വന്നിടണേ എൻ മനസ്സിന്റെ ഭാരങ്ങൾ ദുഃഖങ്ങൾ നീ മാറ്റി നൽകണമേ. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. യേശുനാഥനേ നീ ലോകരക്ഷിതാവേ എന്റെ ദുഃഖങ്ങൾ മാറ്റി നീ നൽകണമേ എന്നെ ശുദ്ധനാക്കൂ യേശു രക്ഷകനേ രക്ഷകനേ എൻ മനസ്സിലെ ഭാരങ്ങൾ ദുഃഖങ്ങൾ നീ മാറ്റി നൽകണമേ ലോകരക്ഷകനേ യേശുനാഥനേ നീ എൻ മനസ്സിലെ ഭാരങ്ങൾ ദുഃഖങ്ങൾ നീ മാറ്റി നൽകണമേ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. യേശുനാഥനേ നീ ലോകരക്ഷകനേ എന്റെ ശിരസിന്റെ ഭാരങ്ങൾ ദുഃഖങ്ങൾ നീ മാറ്റി നൽകണമേ യേശു രക്ഷകനേ ലോകരക്ഷകനേ എൻ മനസ്സിലെ ഭാരങ്ങൾ ദുഃഖങ്ങൾ നീ മാറ്റി നൽകണമേ. ഹല്ലേലൂയാ 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 ശക്തി വർഷിക്കണമേ. ശക്തി ഒഴുകട്ടെ. സ്വർഗ്ഗത്തിൽ നിന്ന് ശക്തി വർഷിക്കട്ടെ. ശക്തി വർഷിക്കപ്പെടട്ടെ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുനാഥനേ നീ എന്നിൽ വന്നിടണേ എൻ മനസ്സിന്റെ ഭാരങ്ങൾ ദുഃഖങ്ങൾ നീ മാറ്റി നൽകണമേ ദാഹത്തോടെ യേശുനാഥനേ നീ ലോകരക്ഷകനേ എൻ മനസ്സിന്റെ ഭാരങ്ങൾ ദുഃഖങ്ങൾ മാറ്റി നൽകണമേ യേശുനാഥനേ നീ എന്നിൽ വന്നിടണേ എൻ മനസ്സിന്റെ ഭാരങ്ങൾ ദുഃഖങ്ങൾ നീ മാറ്റി നൽകണമേ മാറ്റി നൽകണമേ മാറ്റി നൽകണമേ. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. കർത്താവിന്റെ സന്നദ്ധയിൽ ശാന്തമായിട്ട് നോക്കിയിരിക്കുക. അനുഗ്രഹത്തിന്റെ സമയമാണ്. അന്ത്യവികാരുടെ നാഥന്റെ സന്നദ്ധയിലായിരിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ, ആ ഈശോനാഥൻ നമ്മളോട് പറഞ്ഞ് ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്, എന്നിൽ നിന്ന് നിങ്ങൾ പഠിക്കുവിൻ. ആ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ, എൻ്റെ ഹൃദയം അങ്ങയുടെ ഹൃദയത്തിന് അനുരൂപമാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഹൃദയശാന്തതയും എളിമയുമുള്ളവനേ ഈശോയേ, എൻ ഹൃദയം അങ്ങേ ഹൃദയം പോലാക്കണമേ. ഹൃദയ ശാന്തതയും എളിമയുമുള്ളവനേ ഈശോയേ, എൻ ഹൃദയം അങ്ങേ ഹൃദയം പോലാക്കണമേ. ഹൃദയ ശാന്തതയും എളിമയുമുള്ളവനേ ഈശോയേ, എൻ ഹൃദയം അങ്ങേ ഹൃദയം പോലാക്കണമേ. ഹൃദയ ശാന്തതയും എളിമയുമുള്ളവനേ ഹൃദയം പോലാക്കണമേ. ഹൃദയ ശാന്തതയും എളിമയുമുള്ളവനേ ഈശോയേ, എൻ ഹൃദയം അങ്ങേ ഹൃദയം പോലാക്കണമേ. ഹൃദയ ശാന്തതയും എളിമയുമുള്ളവനേ ഈശോയേ,
എൻ ഹൃദയം അങ്ങേ ഹൃദയം പോലാക്കേണമേ. ഹൃദയ ശാന്തതയും എളിമയുമുള്ളവനേ, ഈശോയേ എൻ ഹൃദയം അങ്ങേ ഹൃദയം പോലാക്കേണമേ. ഹൃദയ ശാന്തതയും എളിമയുമുള്ളവനേ, ഹൃദയ ശാന്തതയും എളിമയുമുള്ളവനേ, ഈശോയേ എൻ ഹൃദയം അങ്ങേ ഹൃദയം പോലാക്കേണമേ. ഹൃദയ ശാന്തതയും എളിമയുമുള്ളവനേ, ഈശോയേ എൻ ഹൃദയം അങ്ങേ ഹൃദയം പോലാക്കേണമേ. ഈശോയേ എൻ ഹൃദയം അങ്ങേ ഹൃദയം പോലാക്കേണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ, എൻ്റെ ഹൃദയം അങ്ങയുടെ ഹൃദയത്തിന് അനുരൂപമാക്കണമേ. ഈശോയെ, ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ ഹൃദയത്തെ പോലെ ആക്കണമേ. അങ്ങയുടെ ഹൃദയത്തെ പോലെ വിശാലതയുള്ളൊരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. എല്ലാവരെയും ഉൾക്കൊള്ളുവാനും എല്ലാവരെയും മനസ്സിലാക്കുവാനുമുള്ള ആ ഒരു കഴിവ് ഞങ്ങൾക്ക് നൽകണമേ. മുറിവേറ്റ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളുടെ ജീവിത മുറിവുകളുടെ മധ്യേ ആ തിരുഹൃദയം, അങ്ങയുടെ തിരുഹൃദയം ഞങ്ങൾക്ക് ശക്തി പകരട്ടെ. കാരുണ്യവാനായ ഈശോയെ, രോഗികളുടെ മേലും ദുഃഖിതരുടെ മേലും പാപികളുടെ മേലും അനുകമ്പ തോന്നി അവരെ അനുഗ്രഹിച്ച ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെയും അങ്ങയുടെ ഹൃദയത്തിന് അനുരൂപമാക്കണമേ. അങ്ങയെപ്പോലെ കരുണയോടെ പ്രവർത്തിക്കാൻ, വിശാലതയോടെ പ്രവർത്തിക്കാൻ ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. കർത്താവേ, അങ്ങയുടെ കരുണയാലും കൃപയാലും ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഈശോയെ, ഞങ്ങളുടെ തിരുഹൃദയം ഞങ്ങളുടെ കുടുംബങ്ങളിലും ആധിപത്യം പുലർത്തട്ടെ. ഞങ്ങളുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിതമായി ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നതൊന്നും ചെയ്യാൻ ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിച്ചു. കർത്താവേ, ഞങ്ങളിൽ ആരെങ്കിലും ഞങ്ങളുടെ ഹൃദയത്തെ വേദനിപ്പിക്കാനിടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ മക്കളിൽ ആരെങ്കിലും അങ്ങയെ വേദനിപ്പിക്കാനിടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ദയശാന്തത എളിമയുള്ള ഈശോയെ, എൻ്റെ ഹൃദയം അങ്ങയുടെ ഹൃദയത്തിന് അനുരൂപമാക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ ഓരോന്നും നമ്മൾ വിശുദ്ധ ബലിയോട് ചേർത്ത് സമർപ്പിച്ചു. ആ ബലിയോട് ചേർത്ത് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചു. എങ്കിലും കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന സമയം
നമ്മുടെ ഓരോ നിയോഗങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. കരുണയുള്ള കർത്താവേ, അവരുടെ പ്രാർത്ഥന അങ്ങനെ കേൾക്കണമേ. ഇവിടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള എല്ലാവരെയും സ്നേഹത്തോടെ നമുക്ക് ഓർക്കുകയും അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സ്റ്റെല്ല സോണി, ജോൺ ജോയൽ, ജോഹാൻ അനൂപ്, അഭിലാഷ് അശ്വിൻ, അരുൺ ജോസ്, രാജേ ആൻ്റണി, പ്രീതി രാജ്, പ്രിൻസ് രാജ്, ജിജി പൗലോസ്, ലിൻസി, ലാർഷിൻ അർപ്പണ ഏഞ്ചൽ, അനു തോമസ്, ഫ്രാൻസിസ് ഹാർമലി, ജോഷി ആനി, റോക്കി ഫാബി, അഡ്രീന, തെരേസ ഫാമി, ആഷ്നി മരിയ, ജെഫ്രി, ടീന ഡിറ്റ്സ് അന്ന, ടാനിയ, ട്രിസ്റ്റൻ, അനില, ഡാൻഡ്രോ, അഡോൺ, ജവാന, നെബിൻ, ബിന്ദു, ഗീത, ജൈജു, റോസ്ലി, ജോസഫ്, ലിസി വർക്കി, സ്നേഹ, മേഘ, ആൽവിൻ, ആശംസ, സിന്ധു, സ്നേഹ, സെബിൻ, ഡേവിഡ്, സാന്ദ്ര, ജേക്കബ്, തോമസ് കുഞ്ചറിയ, കാതറിൻ, റാണി മരിയ, റോസ് മരിയ, എൽസ മരിയ, ഫിലോമിന, ബിന്ദു, ഡെയിംസൺ സേവ്യർ, ലിജി, ഷിജു, ഫ്ലവർലെറ്റ്, ഡെൻസിൽ, കാൽവിൻ, കിരൺ, വരുൺ, ഡാനി, ഹെയ്സൽ, സോബി, ഡൈൻഡ്, അമൽ, സോളി, ആൻഡ്രിയ, ആദർശ്, മാർട്ടിൻ, ജാസ്മിൻ ജോർജ്, ലിസി, നൈസി, ലിൻസി, ദിയോ, ദിയ, പാപ്പച്ചനൻ പെണ്ണമ്മ, ജോഷി, ബീന, സിസിലി, ആൻഡൺ, ജെറോൺ, ക്രിസ്റ്റൽ, ഇസബൽ എന്നിവരെല്ലാം നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. കർത്താവിൻ്റെ കൃപയും അനുഗ്രഹവും ഈ മക്കളുടെ മേൽ വർഷിക്കപ്പെടുന്നതിന് വേണ്ടി വലതുകരം ഉയർത്തിവരെ അനുഗ്രഹിച്ച് യേശുവേ ആരാധന, ഒരു നിമിഷം കണ്ണുകൾ അടച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഈ കഴിഞ്ഞൊരു മാസക്കാലത്തെ ജീവിതത്തിൽ നമ്മിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ നെഗറ്റീവ് എനർജികളെയും നമുക്ക് ഓർക്കാം. നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, മറ്റുള്ളവർ നമ്മളോട് പറഞ്ഞ തിന്മയുടെ വാക്കുകൾ, ദുഷിച്ച വാക്കുകൾ, തെറ്റായ പ്രബോധനങ്ങൾ, തെറ്റായിട്ടുള്ള സ്വാധീനങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ആത്മീയതയെ തളർത്തിക്കളഞ്ഞ അനുഭവങ്ങൾ, അസ്വസ്ഥതകളും ദുഃഖമുണ്ടായിട്ടുള്ള ദുഃഖങ്ങൾ, നമുക്കുള്ള കുടുംബത്തിലോ സമൂഹത്തിലോ നമുക്കുണ്ടായ പ്രതിബന്ധങ്ങൾ, ഇതെല്ലാം നമ്മളെ തളർത്തിക്കളയുന്ന ശക്തികളാണ്, എല്ലാം നെഗറ്റീവ് എനർജികളാണ്. അത് മറ്റുള്ളവരിലൂടെ നമ്മിലേക്ക് കടന്നു വരുന്നു. രോഗപീഠകൾ, ചില അസ്വസ്ഥതകൾ എല്ലാം വിരുദ്ധ ശക്തികളാണ്. അതിൽ നിന്നെല്ലാം മോചനം നൽകുവാൻ വേണ്ടിയാണ് കർത്താവ് പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ, തിന്മയുടെ ശക്തികളിൽ നിന്ന് മോചിക്കാനുള്ള അധികാരം കർത്താവ് സഭയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ആ ബോധ്യത്തോടുകൂടി കർത്താവിൻ്റെ കൃപയുടെ ശക്തിയാൽ കർത്താവെ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ആരാധന, ഹല്ലേലൂയ,
ഹല്ലേലൂയ 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 സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും ആമേൻ പുത്രനും കർത്താവുമായ ഈശോ മിശിഹായുടെ നാമത്തിലും ഹല്ലേലൂയ ജീവദായകനായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും ഹല്ലേലൂയ ഹല്ലേലൂയ വിശുദ്ധ ഔസേപിതാവിന്റെ ഹല്ലേലൂയ മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിന്റെ ഹല്ലേലൂയ ഹല്ലേലൂയ സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും ഹല്ലേലൂയ ഹല്ലേലൂയ സംരക്ഷണയിലും ആശ്രയിച്ചു ഹല്ലേലൂയ ഹല്ലേലൂയ രക്തസാക്ഷികളുടെ രക്തസാക്ഷ്യത്തിന്റെ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ പൗരോഹിത്യ കൃപയിലും അധികാരത്തിലും ആശ്രയിച്ചു ഹല്ലേലൂയ ഹല്ലേലൂയ തന്മയുടെ ശക്തികളോടും ആമേൻ ശക്തികളോടും ആമേൻ ഞാൻ ആജ്ഞാപിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ശക്തികളെ നാരിക ഹല്ലേലൂയ 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 മക്കളുടെ ശരീരത്തിലോ ആമേൻ മനസ്സിലോ ഹല്ലേലൂയ ഹല്ലേലൂയ എനർജികൾ ഉണ്ടാക്കുന്ന ശക്തികളെ ആമേൻ ആമേൻ നിഷേധ ചിന്തകൾ ഉണ്ടാക്കുന്ന ശക്തികളെ ഹല്ലേലൂയ വിപരീത അനുഭവങ്ങൾ ഉണ്ടാക്കുന്ന ശക്തികളെ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിന്റെ ശക്തിയിൽ ആമേൻ അവിടുത്തെ കുരിശിൽ ചിന്തിയ തിരുരക്തത്തിന്റെ യോഗ്യതയിലും വിശുദ്ധ സ്ത്രീഹന്മാരുടെയും സകല വിശുദ്ധന്റെ മധ്യസ്ഥത്തിന്റെ ശക്തിയിലും ആശ്രയിച്ചുകൊണ്ട് അവയെല്ലാം ഞാൻ ശാസിച്ച് ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും ഈ മക്കളിൽ നിന്നും ഉച്ചാടനം ചെയ്യുകയും കർത്താവിന്റെ കുരിശിന്റെ പാദങ്ങളിൽ സമർപ്പിക്കുകയും ഈ മക്കളെയും അവരുടെ വഴികളെയോ അസ്വസ്ഥതപ്പെടുത്താതിരിക്കട്ടെ മന്ത്രവാദ കൂടോത്ര ശക്തികൾ വിട്ടുപോകട്ടെ. ദോഷങ്ങൾ നാമദോഷങ്ങളെല്ലാം വിട്ടുപോകട്ടെ. സ്പർശനത്തിൽ വന്നിട്ടുള്ള ശക്തികൾ വിട്ടുപോകട്ടെ. ഭക്ഷണത്തിൽ വന്നിട്ടുള്ള ശക്തികൾ വിട്ടുപോകട്ടെ. ദുഷിച്ച നാവുകളുടെ ഉപയോഗം വഴി വന്നിട്ടുള്ള ശക്തികൾ വിട്ടുപോകട്ടെ. മാധ്യമങ്ങളിലൂടെ വന്നിട്ടുള്ള വിരുദ്ധതകൾ വിട്ടുപോകട്ടെ. എല്ലാവരും വിശുദ്ധീകരിക്കപ്പെടട്ടെ. അവിടുത്തെ വിശുദ്ധ ജലത്താൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യട്ടെ. ദൈവത്തിൻ ചൈതന്യമേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ദിവ്യമാം ദാനങ്ങളാ ഞങ്ങളെ നവ്യരായി മാറ്റണമേ. യേശുവിൻ ചൈതന്യമേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ദിവ്യമാം ദാനങ്ങളാ ഞങ്ങളെ നവ്യരായി മാറ്റണമേ. ലോകപീഡകൾ വിട്ടുമാറട്ടെ. ആമേൻ. പാരമ്പര്യ ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ. കർത്താവിന്റെ നാമത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ദൈവത്തിൻ ചൈതന്യമേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ദിവ്യമാം ദാനങ്ങളാ ഞങ്ങളെ നവ്യരായി മാറ്റണമേ. ഹല്ലേലൂയ 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 യേശുവേ മഹത്വത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഈ മക്കളിൽ വ്യാപരിക്കട്ടെ. കുടുംബങ്ങളിൽ വ്യാപരിക്കട്ടെ. വിടുതലിന്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. കർത്താവേ, അങ്ങ് നൽകിയ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയും.
ഞങ്ങളുടെ കൃപയുടെ ശക്തി അയച്ച് ഞങ്ങളെ വിശുദ്ധീകരിച്ച് നന്ദി പറയും. കർത്താവേ, അങ്ങയുടെ നാമത്തിൻ്റെ സംരക്ഷണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവർക്ക് കാവലാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുരിശടയാളം വരച്ച് സംരക്ഷണം പ്രാർത്ഥിക്കാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമുക്കെല്ലാവർക്കും മുട്ടുമേ നിന്ന് ആത്മാഭിഷേകത്തിന് വേണ്ടി പാവനാത്മാവേ ജീവദായകനെ എന്ന ഗീതം പാടി ആത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പാവനാത്മാവേ എൻ ജീവദായകനേ, ഇറങ്ങി നീവ നിറഞ്ഞു നീവ എൻ്റെ ഹൃദയത്തിൽ. പാവനാത്മാവേ എൻ ജീവദായകനേ, ഇറങ്ങി നീവ നിറഞ്ഞു നീവ എൻ്റെ ഹൃദയത്തിൽ. ഇറങ്ങി നീവ നിറഞ്ഞു നീവ എൻ്റെ ഹൃദയത്തിൽ. സീനായ് മാമലയിൽ ഇറങ്ങി വന്നവനേ, സീനായ് മാമലയിൽ ഇറങ്ങി വന്നവനേ, ആത്മദാഗം തീർക്കുവാനായി ഇറങ്ങി വാ ദേവാ. ആത്മദാഗം തീർക്കുവാനായി ഇറങ്ങി വാ ദേവാ. പാവനാത്മാവേ എൻ ജീവദായകനേ, ഇറങ്ങി നീവ നിറഞ്ഞു നീവ എൻ്റെ ഹൃദയത്തിൽ. ഇറങ്ങി നീവ നിറഞ്ഞു നീവ എൻ്റെ ഹൃദയത്തിൽ. സിഹിയോൻ മാളികയിൽ ഇറങ്ങി വന്നവനേ, സിഹിയോൻ മാളികയിൽ ഇറങ്ങി വന്നവനേ, ആത്മാഭിഷേകം നൽകുവാനായി ഇറങ്ങി വാ ദേവാ. ആത്മാഭിഷേകം നൽകുവാനായി ഇറങ്ങി വാ ദേവാ. വരദാന ഫലങ്ങൾ നൽകുവാനായി ഇറങ്ങി വാ ദേവാ. വരദാന ഫലങ്ങൾ നൽകുവാനായി ഇറങ്ങി വാ ദേവാ. ആത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ
ആത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ, നിറഞ്ഞു ഞങ്ങളിൽ കവിയണമേ. ഞങ്ങളിൽ വന്നു നിറയണമേ, നിറഞ്ഞു ഞങ്ങളിൽ കവിയണമേ. ആത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ. ആത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ. കൃപകളാൽ ഞങ്ങളെ നിറയ്ക്കണമേ, വരങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. കൃപകളാൽ ഞങ്ങളെ നിറയ്ക്കണമേ, വരങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ആത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ. ആത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ. ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ വന്നു വസിക്കണമേ. ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ വന്നു വസിക്കണമേ. ആത്മാവേ ആത്മാവേ ഞങ്ങളെ നിന്റേതായി മാറ്റണമേ. ആത്മാവേ ആത്മാവേ ഞങ്ങളെ നിന്റേതായി മാറ്റണമേ. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിന്റെ ശക്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. നിറയ്ക്കണമേ ഹല്ലേലൂയ, 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 ആത്മാവിന്റെ ശക്തി നിറയണമേ. ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും നിറയട്ടെ. ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും നിറയട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, നമ്മുടെ ജീവദായകമായ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന ഈ മക്കളുടെ ഹൃദയങ്ങളിലും മനസ്സുകളിലും ശരീരങ്ങളിലും ഇവരുടെ കുടുംബങ്ങളിലും ആവസിച്ച് ഇവരെ വിശുദ്ധീകരിക്കുകയും പവിത്രീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. അതുവഴി ആ കുടുംബങ്ങൾ സമാധാനത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഭവനങ്ങളായി തീരട്ടെ. ഇതിന് വിരുദ്ധമാകുന്ന എല്ലാ ശക്തികളിൽ നിന്ന് ഇവരും ഇവരുടെ കുടുംബാംഗങ്ങളെ സംരക്ഷിതരായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ
നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.